സമരങ്ങളെ അടിച്ചമർത്താമെന്ന് കരുതേണ്ടെന്നും ശക്തമായ സമരങ്ങളുമായി തെരുവിലിറങ്ങുമെന്നും മുഖ്യമന്ത്രി വീട്ടിലിരിക്കേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ക്രൂരമായ ലാത്തിചാർജാണ് കളമശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിനു നേരെ ഉണ്ടായതെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു പ്രകോപനവും പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായില്ല. കളമശ്ശേരി സിഐയുടെയും അതുപോലെ തൃപ്പൂണിത്തുറ സിയുടെയും നേതൃത്വത്തിൽ പട്ടിയെ റോട്ടിലിട്ട് തല്ലുന്നത് പോലെയാണ് ഞങ്ങളുടെ കുട്ടികളെ അടിച്ചത്. എന്നിട്ട് ഇതോടുകൂടി നികുതിയുടെക്കെതിരായ സമരം അവസാനിപ്പിച്ചോളാനാണ് പറഞ്ഞത്. അങ്ങനെ നികുതിക്കെതിരായ സമരം അവസാനിപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി കരുതണ്ട. ഇങ്ങനെയാണ് സമരത്തെ നേരിടുന്നതെങ്കിൽ ഇതിന്റെ 10 മടങ്ങ് ശക്തിയോടുകൂടി മുഖ്യമന്ത്രിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങൾ കേരളത്തിലുണ്ടാകും. ഞങ്ങളെ കളിയാക്കി പറഞ്ഞല്ലോ, സത്യാഗ്രഹ സമരം നടത്താനേ പറ്റുള്ളൂ. ഇപ്പൊ കേരളത്തിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഇറങ്ങണമെങ്കിൽ 1000 പോലീസുകാരുടെ അകമ്പടി വേണം ഈ മുഖ്യമന്ത്രിക്ക്. പ്രതിപക്ഷത്തിന് അറിയാൻ സമരം ചെയ്യാൻ 1000 പോലീസുകാർ, ഒരു റൂറൽ പോലീസ് ജില്ലയിലെ 1000 പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങളുടെ കുട്ടികൾ കാസർഗോഡ് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ക്രൂരമായി തലയിലടിച്ച് മംഗലാപുരത്തെ ആശുപത്രിയിലാണ് ഗുരുതരമായ പരിക്കുകളോട് ഇന്റേണൽ ബ്ലീഡിംഗോടുകൂടി കിടക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധം നടത്തിയതിന്